ഹലോ ഫ്രണ്ട്സ്, ഡ്രീംടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഡോബി ഇല്ലുസ്ട്രേറ്ററിൻ്റെ കുറച്ച് ടിപ്സാണ്. കുറേ പേർക്കൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്ത കുറേ പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടൂൾ നോക്കാൻ പോകുന്നത് നമ്മൾ ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ഇവിടെ ഡിസൈനിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. അതിന് കളർ വൈറ്റ് കൊടുത്തു. അതിനുശേഷം കുറച്ച് വലുതാക്കി ഒന്ന് സെൻട്രൽ ലൈൻ ചെയ്തു. നമ്മളിത് ടെക്സ്റ്റ് ഇപ്പോൾ ഓരോ ടെക്സ്റ്റ് ലെറ്ററും ക്യാരക്ടറും നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ Ctrl+Shift അടിച്ചിട്ട് അത് ഔട്ട്ലൈൻ ചെയ്യാറാണ് പതിവ്. കൂടുതൽ പേര് അങ്ങനെ ചെയ്യാറ്. അതിനുശേഷം Ctrl+Shift അടിച്ചിട്ട് ആ ഗ്രൂപ്പ് ഒന്ന് അൺഗ്രൂപ്പ് ആക്കും. അതിനുശേഷമാണ് നമ്മൾ ഒരു ലെറ്റർ എഡിറ്റ് ചെയ്യാം. ഇതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ടെക്സ്റ്റ് ഇപ്പോൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പോയിട്ട് ടൈപ്പ് ടൂൾ എടുത്ത് ടൈപ്പ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് വേറെ മെത്തേഡ് കാണിക്കാം. നമ്മൾ ടെക്സ്റ്റ് ഡിസൈൻ തന്നെ അടിച്ച് വൈറ്റ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+Shift അടിച്ച് ഔട്ട്ലൈൻ ഒന്നും ചെയ്യേണ്ട. ടെക്സ്റ്റ് ടൈപ്പിൽ ടച്ച് ടൈപ്പ് ടൂൾ കാണാം. ആ ടൂൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ലെറ്റേഴ്സും സെപ്പറേറ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ലെറ്ററും വലുതാക്കുന്നതനുസരിച്ചിട്ട് അത് ഓട്ടോമാറ്റിക് അതിൻ്റെ അഡ്ജസ്റ്റ് ആവുന്നുണ്ട്, അതിൻ്റെ ഒരു സ്പേസിങ്ങും കാര്യങ്ങളും. ഈസി ടൂളല്ലേ, കുറേ പേർക്ക് അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവും. പിന്നെ നമുക്കിതിൽ ടെക്സ്റ്റിന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് ചേഞ്ച് ആവും. മറ്റേ ടൈപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടൂള് കുറേ പേർക്ക് ഈ ടൂൾ അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് തന്നെ വീണ്ടും പറയാം. നമ്മൾ ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂളിൻ്റെ അടുത്ത് തന്നെ ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ കാണാൻ പറ്റും. ഈ ടൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പേരും ഒരു ഗ്രൂപ്പായിരിക്കുന്ന സാധനം ഈ ഒരു ഡിസൈൻ, ഇത് പാക്കേജ് ഡിസൈനാണ്. ഇതിൽ നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ അൺഗ്രൂപ്പ് ചെയ്യും. Ctrl+Shift അടിച്ചിട്ട് ഞാൻ കൂടുതലും ഷോർട്ട് കീസാണ് ഇതിൽ പറയുന്നത്, അത് അടിയിൽ എഴുതി കാണിക്കും. അപ്പോൾ ഷോർട്ട് കീസ് യൂസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ വർക്ക് കുറച്ചും കൂടി സ്പീഡാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് അൺഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ് കൂടുതൽ പേരും ടെക്സ്റ്റും കാര്യങ്ങളും. അപ്പോൾ അതിന് പകരം ഇപ്പോൾ പഴയ പോലെ തന്നെ ഗ്രൂപ്പാക്കാണ്. Ctrl+G അടിച്ചിട്ട് എല്ലാതും ഗ്രൂപ്പാക്കി. അപ്പോൾ ഇനി നമുക്ക് ഈ ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇത് ഗ്രൂപ്പായിട്ട് തന്നെയാണ് കിടക്കുന്നത്, എന്നാലും ഈ ടൂൾ വെച്ചിട്ട് നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് മൂവ് ആക്കാൻ പറ്റും. നമുക്കിത് മൂവ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് മൊത്തം മൂവ് ചെയ്യാം. ടെക്സ്റ്റും കാര്യങ്ങളും സെപ്പറേറ്റ് ഈ ലൈന്. അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആവും. നമ്മളിപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണെങ്കിൽ നമ്മൾ കുറേ ഓരോന്ന് എടുത്ത് ഇങ്ങനെ അൺഗ്രൂപ്പ് ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നല്ലത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെ തേർഡ് ഒരു ടിപ്പാണ്. നമ്മൾ ഒരു ടെക്സ്റ്റിൽ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാൻ കൂടുതൽ പേര് യൂസ് ചെയ്യാം. എന്താ ചെയ്യാം, നമുക്ക് നേരിട്ട് ഇതിൽ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്തിട്ടൊരു ഇതിലുള്ള ഡിഫോൾട്ടായിട്ടുള്ള ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്യണം. അപ്ലൈ ആവുന്നില്ല, ബ്ലാക്കിനാണ് കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ പേര് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ Ctrl+Shift അടിച്ചിട്ട് അത് ഔട്ട്ലൈൻ ആക്കും. ആ ഡിസൈൻ ഔട്ട്ലൈൻ ഒരു ഷേപ്പായത് ഔട്ട്ലൈൻ ആക്കുക. അതിന് ശേഷം നമുക്കിവിടെ ഗ്രേഡിയൻ്റ് വന്നിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രേഡിയൻ്റ് അപ്ലൈ ആയി. ഇങ്ങനെയാണ് ചെയ്യാറ് കൂടുതൽ പേരും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇവിടെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ലോഗോയുടെ ഒരു ഫോൺ ടൈപ്പാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈപ്പോഗ്രാഫി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കത് ഫോണ്ട് ഏതാണ് യൂസ് ചെയ്തെന്ന് പോലും ചിലപ്പോൾ ഇടയ്ക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിലാണ്ട് വേറെ മെത്തേഡ് അത് ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാൻ നോക്കാം ടെക്സ്റ്റിൽ. അപ്പോൾ ഞാൻ ഇവിടെ ബാക്കിലോട്ട് അടിക്കുകയാണ് ഗ്രൂപ്പ് ആവുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പോൾ പഴയ പോലെ ടെക്സ്റ്റ്. ഓക്കെ, നമുക്ക് ഇതിൽ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്ലൈൻ ആക്കേണ്ട. അതിന് നമുക്കിവിടെ അപ്പിയറൻസും ഉണ്ടാവും. അത് കാണുന്നില്ലെങ്കിൽ വിൻഡോസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഷോർട്ട് കീ ആണ് Shift+F6. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എവിടെയെങ്കിലും അത് വരും അപ്പിയറൻസ് ഉള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെയർ പോലെയാണ്. നമ്മൾ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഇവിടെ കാണിക്കും. നമുക്ക് ഇതിൻ്റെ മേലെ ഇവിടെ ലെയേഴ്സ് പോലെ എഫക്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഐക്കൺ കാണാം, ആഡ് ഫിൽ ലെയർ എന്നുള്ളത്. ആഡ് ഫിൽ ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്യാം. ഒരു ലെയർ ആഡ് ആയിട്ടുണ്ട്, ഒരു ഫിൽ ലെയർ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ അത് ഓൾറെഡി വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഒരു കളേഴ്സ്. നമുക്ക് ഗ്രേഡിയൻ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലെയർ ഇതിൽ നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം
ഇവിടെ ഈ ഫില്ല് പുതിയ നമ്മൾ ഫില്ല് ആഡ് ചെയ്തതിൽ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നമുക്കിവിടെ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാം. നമുക്കിവിടെ ശ്രദ്ധിച്ച് കാണാൻ പറ്റും, ഇവിടെ ഫില്ല് സോൾഡ് ലെയർ ഫിൽ കളർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഗ്രേഡിയൻ്റ് അപ്ലൈ ആവുന്നുണ്ട്. നമുക്കിവിടെ ഇത് നമുക്കിവിടെ സാധാ ഗ്രേഡിയൻ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റും ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റേ നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് ഓടിച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ടെക്സ്റ്റ്. പിന്നീട് നമുക്ക് ഇതിൻ്റെ മേലെ വേറെ ലെയർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതുപോലെ ഒരു എഫക്റ്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഹൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ പഴയ ഡിഫോൾട്ട് ആയിട്ടുള്ള കളർ ഇവിടെ കാണിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അധികം പേർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടിപ്പിലേക്ക് പോവാം. അടുത്ത ടൂള് ടൈപ്പോഗ്രഫി അതുപോലെ ഫോണ്ടൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുന്നത് ഈ ടൂള്. അതുപോലെ നമുക്ക് കസ്റ്റം മെയ്ഡ് അപ്പോൾ ലോഗോസിന് ടൈപ്പോഗ്രഫി ടൈപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കിതുപോലെ ഈ മെത്തഡ് യൂസ് ചെയ്യാം ഈ ടൂള്. അപ്പോൾ നേരത്തെ സെലക്ട് ചെയ്ത ടെക്സ്റ്റാണ് ഡിസൈൻ ഉള്ളത്. ഇത് ടെക്സ്റ്റ് ലെയർ ആണ്. ഞാൻ ഇത് കൺട്രോൾ ഷിഫ്റ്റ് ഓടിച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ആക്കാൻ പോകാം. ഓക്കെ, അതിനുശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് പെൻസിൽ ടൂളാണ് കൂടുതലായിട്ടും കണ്ടിട്ടുണ്ടാവും, പക്ഷേ അത് കൂടുതലും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ പെൻസിൽ ടൂൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി ടെക്സ്റ്റ് ഒന്ന് മോഡിഫൈ ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ആങ്കർ പോയിന്റ്സ് ആണ് പറ്റും. അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വരച്ചിട്ട് ജസ്റ്റ് ഒരു ഷേപ്പ്, ഇപ്പോൾ അവിടെ മുട്ടിയില്ല, കാരണം നമ്മളൊരു ആങ്കർ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ അവിടെ അവസാനിപ്പിക്കണം, എന്നാലും ഫില്ലാവുള്ളൂ. അപ്പോൾ നമുക്കത് ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ പെൻസിൽ ടൂളിൻ്റെ ഷോർട്ട് കട്ട് ആണ് ഷോർട്ട് കട്ട്. ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ടെക്സ്റ്റും കാര്യങ്ങളും. ഇത് പെർഫെക്റ്റ് അല്ല ഷേപ്പും കാര്യങ്ങളും. അത് ഞാൻ അടുത്ത ഒരു ടൂൾ പറയാം ഇതിൽ കൂടിയാണ്. ഓക്കെ, നമുക്കിങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി വെക്കാൻ പറ്റും. ജസ്റ്റ് വെറുതെ ട്രൈ ചെയ്യണം. അതുപോലെ നമുക്ക് ഈ ടൂൾ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഒരു ആങ്കർ പോയിന്റിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ട്രാക്ക് ചെയ്തതിന് ശേഷം അടുത്തൊരു ഇതിൽ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ എന്താവും ഇതിങ്ങനെ ആവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഷേപ്പ് കുറച്ച് സ്മൂത്ത് ആക്കണം. അപ്പോൾ അതിന് ഇവിടെ സ്മൂത്ത് ടൂൾ ഉണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത ടൂൾ. ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ട്രാക്ക് ചെയ്തിട്ട് ആ ഒരു നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഷേപ്പ് നമുക്ക് സ്മൂത്ത് ആക്കി എടുക്കാൻ പറ്റും. സെലക്ട് ചെയ്തതിനു ശേഷം സ്മൂത്ത് ടൂൾ ഇവിടെ ജോയിൻ്റ് ആയിട്ടുള്ള, അത് ഞാൻ പറഞ്ഞ ആങ്കർ പോയിന്റ് കറക്റ്റായിട്ട് ഇതാക്കണം. അതുകൊണ്ട് ഇവിടെ ജോയിൻ്റ് ആയിട്ടുള്ള ഇവിടെ അപ്ലൈ ചെയ്യാം. സ്മൂത്ത് ടൂൾ ഒരു റൗണ്ട് നല്ല സ്മൂത്ത് ആക്കി എടുക്കാൻ പറ്റും, പേര് പോലെ തന്നെ. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്ത്നെസ്സിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര വാല്യൂ എന്നുള്ളത് ഭയങ്കര സ്മൂത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആ ഷേപ്പ് അങ്ങോട്ട് സ്മൂത്ത് ആയി പോകും. ഒരു മീഡിയം ആയിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാണ് അടുത്തത്. നമ്മളിതിൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ കൂടുതൽ വീഡിയോസ് ഇതുപോലത്തെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കതൊരു എനർജി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.